ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി. ഇതുമായി ബന്ധപ്പെട്ട ഒരു ടൂളിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ ലൈഫിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല രീതിയിലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ChatGPT പോലെയുള്ള AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് പലവിധ പ്രോഗ്രാംസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഒരുവിധം ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ഒക്കെ നല്ല രീതിയിൽ അതുവഴിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇമേജിനെ പ്രോസസ് ചെയ്യാനായിട്ട് ഇമേജ് AI, അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിൽ ഈ അടുത്തായിട്ടാണ് ഈ മെറ്റ AI എന്ന് പറഞ്ഞ ടൂൾ വന്നാക്കുന്നത്. അതും ഒരു തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെയാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത ആൾക്കാർക്കൊക്കെ അറിയാം അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെൽത്ത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും AI ടൂൾസ് ഉണ്ടോ ഇല്ലെന്നാണ്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ ഒരു AI ടൂൾ എനിക്ക് കിട്ടി. വെബ്സൈറ്റ് ആണ്. അതിൽ തന്നെ ഒരു AI ടൂളിലേക്ക് ലിങ്ക് ചെയ്യണ, അതായത് വാട്സപ്പ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു AI ബോട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യാം, അതുകൊണ്ടുള്ള ഉപയോഗം എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു AI യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെൽത്തിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷനും ഒരു സപ്പോർട്ടാണ് ഇതിൽ കിട്ടുന്നുള്ളൂ. അല്ലാതെ ഇതൊരു ഡോക്ടറോ അല്ലെങ്കിൽ ഇതുവഴി നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ, അതായത് നമ്മുടെ രോഗം എന്താന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ തന്നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്ന, ഇപ്പോൾ പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്താകുന്ന മെഡിസിൻസ്. പലരുടെയും പ്രിസ്ക്രിപ്ഷൻ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ പലതും മനസ്സിലാവാത്ത രീതിയിലൊക്കെ ആവും. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ആ മെഡിസിൻ എന്താണെന്നും അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഈ ഒരു വാട്സപ്പ് ബോട്ടിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് പ്രോസസ് ചെയ്തിട്ട് അത് എന്താണെന്നും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. ഇപ്പോൾ ഈ ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത് 24 ഹവേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ടൂൾ തന്നെയാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ബാംഗ്ലൂർ ബേസിലുള്ള ഒരു ടീമാണ്. ഇവർ 2022 അങ്ങോട്ടാണ് ഈ ഒരു ടൂള് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിന് അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു പേര് തന്നെ ഇട്ടത്. അതായത് ഓഗസ്റ്റിലാണ് അവർ ചെയ്തത്. അപ്പോൾ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ഓഗസ്റ്റ് AI എന്നാണ് വാട്സപ്പിൽ കാണാം. അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കണേന്നാണ് അടുത്ത് പറയാം. അതായത് നമ്മളിപ്പോൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ മീറ്റ് ഓഗസ്റ്റ് എന്നൊരു വെബ്സൈറ്റ് എടുക്കുക. ആദ്യം തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ ഒരു AI എന്തിനാണ് യൂസ് ചെയ്യണമെന്നും അതുമായി റിലേറ്റഡുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അവരതിൽ മെയിൻ ആയിട്ട് ആദ്യമേ പറയുന്നുണ്ട്, ഇത് ഒരിക്കലും ഒരു ഡോക്ടറിന് പകരമോ അതല്ലെങ്കിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇത് മുഖേന നമുക്ക് എടുക്കാനോ സാധിക്കില്ല. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഹെൽത്തിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസും അതുപോലെ തന്നെ അതിന്റെ സപ്പോർട്ടും മാത്രമാണ്. അപ്പോൾ ഇതിൽ അവർ പറയുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് ഹെൽത്ത് ഇഷ്യൂസും മെന്റൽ ഹെൽത്ത്, ന്യൂട്രീഷൻ ആൻഡ് ഫിറ്റ്നസ്, ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ സപ്പോർട്ടായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇതിൽ അവർ പറയുന്നുണ്ട്. ഈ ഒരു AI ടൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ്സൈറ്റ് തികച്ചും ഫ്രീ ആണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ചാറ്റ് ബോർഡിനോട് ചോദിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് റിപ്ലൈ കിട്ടും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവരുടെ പ്രൊഫൈൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ടോക്ക് ടു ഓഗസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ മൊബൈൽ എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ വാട്സപ്പിലേക്ക് ലിങ്ക് ഓപ്പൺ ചെയ്ത് വരും. എന്നിട്ട് ജസ്റ്റ് ഒരു ഹായ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റിപ്ലൈ തരുന്നതായിരിക്കും. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നും അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അവരവിടെ ആദ്യം കൊടുത്തിട്ടുണ്ടാവും എന്തൊക്കെയാണ് വേണ്ടതെന്നും. അപ്പോൾ അതിൽ വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വാട്സപ്പിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നു. ഇപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് മൈഗ്രെയിൻ ബേസ് ചെയ്തിട്ട് സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് മൈഗ്രെയിൻ എന്ന് അടിച്ചു കൊടുത്തു, സെൻഡ് ചെയ്തു. കുറച്ച് സമയത്തിനുള്ളിൽ എന്തൊക്കെയാണ് അതുമായി റിലേറ്റഡ് ഉള്ള കാര്യങ്ങളെന്ന് അവർ കാണിക്കുന്നുണ്ട്. ഒരു 6 പോയിന്റ്സ് ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അവർ ഏറ്റവും മുന്നേ പറയുന്നുണ്ട് ഐ ഓൺലി പ്രൊവൈഡ് ഹെൽത്ത് ഇൻഫർമേഷൻ, അതായത് ഈ ഒരു ടൂള് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ് തരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഇപ്പോൾ മൈഗ്രെയിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് ആദ്യമേ ഇതിൽ കാണിച്ചു തന്നത്. ഇനി അടുത്ത് ചെയ്യുന്നത് പ്രിസ്ക്രിപ്ഷൻ, അതായത് ഞാൻ ഒരു പ്രിസ്ക്രിപ്ഷൻ എടുത്തു. അതിൽ ഹാൻഡ് റിട്ടൺ ആണ്. അത് എനിക്ക് മനസ്സിലാവണല്ലേ എന്താ അതിൽ എഴുതി വെച്ചാണെന്ന്. പക്ഷേ ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഇതൊക്കെ ഇത് മനസ്സിലാവും, സാധാരണക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഞാൻ ഈ ചാറ്റ് ബോട്ടിന് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ ഇത് പ്രിസ്ക്രിപ്ഷൻ ആണെന്നൊന്നും പറഞ്ഞിട്ട്
കൊടുത്തിട്ടില്ല, ജസ്റ്റ് സെൻഡ് ചെയ്തുള്ള ഒരു ഇമേജ് ആയിട്ട്. അപ്പോൾ അവർ പ്രോസസ് ചെയ്തിട്ട് പറയുന്നുണ്ട് ഇതൊരു ആന്റിബയോട്ടിക് പ്രിസ്ക്രിപ്ഷൻ ആണ്. അതിൽ സ്പെഷ്യലി അതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെഡിസിന്റെ പേരും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ വീണ്ടും ചോദിച്ചു ഡീറ്റെയിൽസ് നീഡഡ് ഫോർ ദ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ അവർ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട് അതിൽ ഏത് മെഡിസിൻ ആണ്, അതിന്റെ ഡോസേജ് എങ്ങനെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ട ആ രീതികളൊക്കെ അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ മെഡിസിൻ എന്തിനാണ് യൂസ് ചെയ്യണമെന്നും ഇതിൽ കറക്റ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇതും നല്ലൊരു കാര്യമായി തോന്നി. അടുത്ത് ഞാൻ നമ്മുടെ നോർമൽ BP വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞു തന്നു. അതായത് നോർമൽ BP എന്ന് പറയുന്നത് 120/80 ആണ്. ഒരുവിധം എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമായിരിക്കും BPയുടെ വാല്യൂ എങ്ങനെയാണ്. അല്ല ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി പറയാം. അതിൽ നമ്മൾ BP പറയുമ്പോൾ എപ്പോഴും ഒരു 2 വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. അത് 120/80 ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് ഈ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് പ്രഷറും മറ്റൊരു ഡയസ്റ്റോളിക് പ്രഷറാണ്. ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നമ്മൾ ഹാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നത് ആർട്ടറീസ്, അതായത് നമ്മുടെ ധമനികളിൽ ഹാർട്ട് ബീറ്റ്സ് വരുമ്പോൾ, അതായത് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ വരുന്ന മർദ്ദത്തിനെയാണ് ഫസ്റ്റത്തെ സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയും. അതാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഡയസ്റ്റോളിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് ധമനികളിൽ വരുന്ന പ്രഷറാണ്. അതായത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ, അതായത് ഹൃദയം സ്പന്ദിക്കുമ്പോൾ വരുന്ന ഒരു മർദ്ദത്തിനെയാണ് പറഞ്ഞത്. ഇതേപോലെ തന്നെ നമ്മുടെ ഹാർട്ട് റെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ബീറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ബീറ്റ്, ഒരു സ്പന്ദനം കഴിഞ്ഞിട്ട് അടുത്ത സ്പന്ദനം വരുന്നതിന്റെ ഇടയിലുള്ള പ്രഷർ, അതിനെയാണ് ഡയസ്റ്റോളിക് പ്രഷർ എന്ന് പറയുക. അപ്പൊ ഇതാണ് ഈ 2 പ്രഷർ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ ആണ് നമ്മൾ ഒരു BP ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ലാബിൽ നിന്നായാലും ഹോസ്പിറ്റലിൽ നിന്നായാലും അവർ തരാം. അപ്പൊ അത് നോർമൽ 120/80 ആണ് കാണാം. അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഹെൽത്ത് റിലേറ്റഡ് വാട്സപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ ഒരിക്കലും ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ മെഡിസിൻസ് വാങ്ങി കഴിക്കരുത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാറ്റ് ബോർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഒരു ഡോക്ടറിനെ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.